നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീലിനായിട്ട് തൻ്റെ ആദ്യ മത്സരം ഈ 2026 വേൾഡ് കപ്പിലെ ഇതിന് മുമ്പ് 3 വേൾഡ് കപ്പ് കളിച്ച ആളാണ്. പക്ഷേ ഈ വേൾഡ് കപ്പിൽ തൻ്റെ ആദ്യ മത്സരം കളിക്കാനിറങ്ങുന്നതിൻ്റെ ആവേശത്തിലാണ് നെയ്മർ ജൂനിയർ എന്ന് ബ്രസീലിയൻ ക്യാമ്പിൽ നിന്ന് വാർത്തകൾ വരുന്നു. സ്കോട്ട്ലൻഡിനെതിരെയുള്ള ബ്രസീലിൻ്റെ അടുത്ത മത്സരത്തിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകും എന്ന സൂചനയാണല്ലോ ഹെയ്ത്തിക്കെതിരെയുള്ള ബ്രസീലിൻ്റെ കളിക്ക് ശേഷം കോച്ച് കാർലോ ആഞ്ചലോട്ടി നൽകിയത്. നെയ്മർ കൃത്യമായ ഷെഡ്യൂൾ അനുസരിച്ച് ട്രെയിനിങ് നടത്തുന്നു. ഇത് ഏറ്റവും പുതിയ വിവരങ്ങൾ. നെയ്മർ ജൂനിയർ അലക്സാൻഡ്രോക്കൊപ്പം ഇന്നലെ ട്രെയിനിങ് നടത്തുകയുണ്ടായി. അലക്സാൻഡ്രോയും നെയ്മർ ജൂനിയറും ചേർന്നുകൊണ്ടാണ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നെയ്മർ എൻ്റയർ ട്രെയിനിങ് സെഷൻ ക്ലീറ്റ്സ് അണിഞ്ഞുകൊണ്ട് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഫിസിക്കൽ എക്സസൈസും ബോൾ വർക്കും അദ്ദേഹം ചെയ്യുകയുണ്ടായി. അതായത് ഷൂട്ടിങ്, പാസിങ്, ഡ്രിബ്ലിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നെയ്മർ ചെയ്തിരിക്കുന്നു. സംഗതി വളരെ വ്യക്തമാണ്. 100% ഫിറ്റ്നസ്, ഫിസിക്കൽ ഫിറ്റ്നസ് അതാണ് അച്ചീവ് ചെയ്യേണ്ടത്. അതിലേക്ക് നെയ്മർ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ നൽകുന്ന വിവരം. അതായത് നെയ്മർ പൂർണ്ണമായിട്ടും ട്രെയിനിങ്ങിലേക്ക് എത്തുന്നു. നാളത്തെ ട്രെയിനിങ്ങോടുകൂടി അദ്ദേഹം ബ്രസീൽ ടീമിൻ്റെ മറ്റ് ടാക്റ്റിക്കൽ ഡ്രിൽസിലും മറ്റുമൊക്കെ പങ്കെടുക്കും എന്ന സൂചനകൾ കൂടി വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അടുത്ത മത്സരത്തിന് നെയ്മർ ജൂനിയർ ഉണ്ടാകും എന്നർത്ഥം. കാർലോ ആഞ്ചലോട്ടിയുടെ ആ ഒരു പ്രസ്താവനയിൽ തന്നെ അതുണ്ടായിരുന്നു. പക്ഷേ സ്കോട്ട്ലൻഡിനെതിരെ നെയ്മർ 90 മിനിറ്റും കളിക്കും എന്ന് കരുതേണ്ടതില്ല. കുറഞ്ഞ മിനിറ്റുകൾ അദ്ദേഹത്തിന് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കോച്ചിങ് സ്റ്റാഫിൻ്റെയും മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റെയും പ്ലാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം 100% ഫിറ്റ് ആകുമ്പോൾ മാത്രം കളിക്കളത്തിലേക്ക് വിടുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇനി വീണ്ടും പരിക്ക് ആവർത്തിക്കുന്ന സാഹചര്യം ഒഴിവാക്കുക. സ്കോട്ട്ലൻഡിനെതിരെ അദ്ദേഹത്തിന് കുറച്ച് പ്ലെയിൻ ടൈം കൊടുക്കുക. പിന്നെ നോക്കൗട്ട് സ്റ്റേജോടുകൂടി പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. അതാണ് ഇപ്പോഴുള്ള ലക്ഷ്യം. ഏതായാലും നെയ്മർ ഈ വേൾഡ് കപ്പിൽ തൻ്റെ ആദ്യ മത്സരം കളിക്കാനുള്ളതിൻ്റെ ആവേശത്തിലാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.